السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين على آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, കൂട്ടായ്മയുടെ ഭാരവാഹികളായ പ്രവർത്തകന്മാരെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ പരിപൂർണമായും നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹ്ദായ ഫള് കൊണ്ട് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാം എല്ലാവരെയും അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പെരിങ്ങാട് ജാമിഅ സുന്നിയ അൽ ഇർബദിയ അറബിക് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ അൽ മിസ്ക് സംഘടിപ്പിച്ചിട്ടുള്ള തിരുനബി പ്രത്യാശാ സങ്കേതം എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള മീലാദ് ക്യാമ്പയിന്റെ സമാപന ദിവസമാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ക്യാമ്പയിൻ ഇതുകൊണ്ട് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിന് പാത്രീഭൂതരായി അനുഗ്രഹിക്കുമാറാകട്ടെ. റബീഉൽ അവ്വൽ 1 മുതൽ തുടങ്ങിയ ഈ സംഗമത്തിൽ ഓരോ ദിവസവും വലിയ പണ്ഡിതന്മാരും സയ്യിദന്മാരും നമുക്ക് പ്രഭാഷണം നടത്തി തരുകയും നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള റഹ്മത്തുകളിൽ ഏറ്റവും വലിയ റഹ്മത്താണ്, കാരുണ്യമാണ് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യലാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കളായ നാമാകുന്ന ഓരോരുത്തരുടെയും കടമ. ആ കടമ ഭംഗിയായി നിർവഹിക്കാൻ ഏറ്റവും നല്ല മാർഗം ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അറിയലാണ്, പഠിക്കലാണ്, ഗവേഷണം നടത്തലാണ്. അതുപോലെ
ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന പാത, അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ ആ പാതയിലൂടെ സഞ്ചരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യം കരസ്ഥമാക്കാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ കൂടി പറഞ്ഞിട്ടുണ്ട്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നബിയെ, അങ്ങ് സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കണം, സമുദായത്തോട് അങ്ങ് പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടം വെക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റണം എന്ന് നിങ്ങൾ അങ്ങയുടെ സമുദായത്തോട് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇഷ്ടം വെക്കുകയുള്ളൂ എന്ന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടത്തിന്, അല്ലാഹു തആലയുടെ സ്നേഹത്തിന് നാം പാത്രീഭൂതരാകണമെങ്കിൽ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുധാവനം ചെയ്യേണ്ടതുണ്ട്, അവിടുത്തെ പാത പിന്തുടരേണ്ടതുണ്ട്, അവിടുത്തെ തിരുചര്യയെ മുറുകെ പിടിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം പ്രകടമാക്കുന്നതിനുള്ള ഒരു വേദിയാണ്. ആ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുനിയാവിൽ വെച്ച് ഒരു ബന്ധം ഉണ്ടാക്കി നാളെ ആഖിറത്തിൽ വരുന്ന സമയത്ത് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹബ്ബീങ്ങളിൽപ്പെട്ട ആളാണ് എന്നുള്ള നിലയ്ക്ക് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട ശഫാഅത്തുൽ ഉദ്മ എന്ന ആ ഒരു പദവിയിൽ നിന്നുകൊണ്ട്, ആ ഒരു അർഹതയിൽ നിന്നുകൊണ്ട് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിന് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ശഫാഅത്ത് നമുക്ക് കരസ്ഥമാകണം. അതിനുവേണ്ടി ദുനിയാവിൽ വെച്ച് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ബന്ധം സ്ഥാപിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള സംഗമങ്ങളാണ് ഇതുപോലുള്ള മീലാദ് ക്യാമ്പയിനുകൾ. എൻ്റെ മുഹബ്ബീങ്ങളോട് ഉണർത്താനുള്ളത്, ഈ ഒരു റബീഉൽ അവ്വൽ മാസം മാത്രമല്ല നാം ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലുടനീളം ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തിബാഅ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകുന്ന ഏറ്റവും വലിയ റഹ്മത്ത് ഇറങ്ങിയ മാസമാണ് എന്ന ആ ഒരു സന്തോഷ പ്രകടനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മാസവും നമ്മൾ ഇത്തരത്തിലുള്ള മജ്‌ലിസുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയരെ, നമുക്കറിയാം, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ ഹബീബിനോടുള്ള സ്നേഹം നമ്മുടെ ഖൽബുകളിൽ മറ്റുള്ള എല്ലാ ഇഷ്ടങ്ങളെക്കാളും ഏറ്റവും വലിയ ഇഷ്ടം നമ്മുടെ ഖൽബിൽ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുണ്ടാകുമ്പോഴാണ് നാം ഓരോരുത്തരുടെയും ഈമാൻ പൂർണ്ണമാവും. കാരണം
അല്ലാഹുവിന്റെ ഹബീബ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലോകത്തുള്ള സർവ്വതിനേക്കാളും, ഭാര്യ സന്താനങ്ങളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, മറ്റുള്ള എന്തിനേക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാകുന്നത് വരെ നിങ്ങളുടെ ആരുടെയും ഈമാൻ പൂർണ്ണമല്ല എന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മുൻഗാമികളെ പരിശോധിക്കുകയാണ് നമുക്ക് മനസ്സിലാകും, അവരെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യം കരസ്ഥമാക്കിയത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു അണുകിട തെറ്റാതെ ഇത്തിബാഅ് ചെയ്യുകയും ചെയ്തപ്പോഴാണ്, അതുപോലെ ഉന്നതങ്ങളിലേക്ക് നടന്നു കയറാനുള്ള ഒരു പടിവാതിലാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അദ്ദിബു ഔലാദകും സലാസ ഖിസാൽ, മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ സന്താനങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അതിൽ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഹുബ്ബു നബിയിഹി, നിങ്ങളുടെ നബിയാകുന്ന പ്രവാചകരാകുന്ന എന്നെ നിങ്ങൾ സ്നേഹിക്കുക. ആ സ്നേഹം, എന്നോടുള്ള പ്രവാചകരോടുള്ള ആ സ്നേഹം നിങ്ങളുടെ സന്താനങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. രണ്ടാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു ഹുബ്ബു ആലി നബിയിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആല് കുടുംബത്തിനെ സ്നേഹിക്കുക. നമ്മുടെ മക്കൾ അവർ ഇസ്ലാമിക വീക്ഷണത്തിൽ അല്ലായെങ്കിൽ ആത്മീയ ബോധമുള്ള കുട്ടികളായി നമ്മുടെ മക്കൾ നമുക്ക് വഴിപ്പെട്ട് കിട്ടണമെങ്കിൽ അതിന് ഒന്നാമതായി വേണ്ടത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അവിടത്തെയോടുള്ള സ്നേഹം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിറച്ചു കൊടുക്കുക എന്നതാണ്. അതുമാത്രമല്ല, ഹുബ്ബു ആലി നബിയിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള തങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹവും അവരുടെ ഖൽബുകളിൽ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കുടുംബത്തിനോടുള്ള ആദരസൂചകം പറഞ്ഞിട്ടുണ്ട്. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. നബിയെ, അവിടുന്ന് ദീൻ പഠിപ്പിച്ചു കൊടുത്തതിന്റെ പ്രതിഫലമായി, സ്വർഗത്തിലേക്കുള്ള പാത പരിചയപ്പെടുത്തി കൊടുത്തതിന്റെ പ്രതിഫലമായി ഒരു കൂലിയും അങ്ങ് ചോദിക്കരുത്. പിന്നെയോ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, അവരോട് നിങ്ങൾ പറയേണ്ടത് എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണം, അതുമാത്രമാണ് അങ്ങ് ആവശ്യപ്പെടേണ്ടത്. അത്രത്തോളം പ്രാധാന്യമാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടത്തോട് രക്തബന്ധമുള്ള അഹ്ലുബൈത്തിൽപ്പെട്ട സയ്യിദന്മാരോട്, ആ കുടുംബങ്ങളോട് അത്രത്തോളം ആദരവാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാം ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണ്. സാദാത്യങ്ങളായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അവരെ ശറഫുൽ ഖൽഖിന്റെ സ്വന്തം രക്തമാണ്, അതിൽ നിന്ന് പൊട്ടി മുളച്ച വിത്തും രത്നമാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും വളരെ ആദരവോടുകൂടിയാണ് നാം സ്വീകരിക്കേണ്ടത്, ഇടപെടേണ്ടത്. അത്രത്തോളം പവിത്രതയാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. കൂടുതലായി നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ ഖൽബുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അചഞ്ചലമായി ഉറപ്പിച്ചു തരുമാറാകട്ടെ. നാളെ ആഖിറത്തിൽ വരുമ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം ഈ സമാപന യോഗം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا എന്ന പരിശുദ്ധമായ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.